ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. വിശേഷ ദിനവിശേഷം എന്ന പംക്തിയിൽ ഇപ്പോൾ പറയുന്നത് കുചേല ദിനത്തെക്കുറിച്ചാണ്. ഇന്നാണ് കുചേല ദിനം. ഇന്ന് 2024 ഡിസംബർ 18 1200 ധനുമാസം 3 ബുധനാഴ്ചയാണ് ഇക്കൊല്ലത്തെ കുചേല ദിനം വരുന്നത്. കുചേല ദിനം നമുക്കറിയാം, കുചേലൻ്റെ ദിനം, കുചേലനുമായി ബന്ധപ്പെട്ട ദിവസം എന്നർത്ഥത്തിലാണ് കുചേല ദിനം നമ്മൾ ആചരിക്കുന്നത്. എല്ലാ വർഷവും ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി മലയാളികൾ ആചരിക്കുന്നത്. ഇവിടെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, കുചേലനുമായി ബന്ധപ്പെട്ടാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സതീർത്ഥ്യനായിരുന്ന, സഹപാഠിയായിരുന്ന, അത് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം പഠിച്ചിരുന്ന ബ്രാഹ്മണകുമാരനാണ് പിന്നീട് കുചേലൻ എന്നറിയപ്പെട്ടത്. ആ കുചേലൻ, ദരിദ്രബ്രാഹ്മണനായ കുചേലൻ, തൻ്റെ ദാരിദ്ര്യം തീർക്കാനായി ഭാര്യയുടെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ദ്വാരകാധിപതിയായ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്നതും ഭഗവാനെ കാണുന്നതും ഭഗവാനോട് ചോദിക്കാതെ തന്നെ ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും കുചേലന് നൽകുന്നതുമായ കഥ നമുക്കറിയാം. കുചേലൻ്റെ കഥ വളരെ പ്രശസ്തമാണ്. ശ്രീമദ് ഭാഗവതത്തിലും നാരായണീയത്തിലുമെല്ലാം വളരെ വിശദമായിട്ട് തന്നെയാണ് കുചേലൻ്റെ കഥ പറയുന്നത്. അങ്ങനെ കുചേലനെ ഭഗവാൻ അനുഗ്രഹിച്ച ദിവസം എന്ന സങ്കല്പത്തിലാണ് കുചേല ദിനം എല്ലാ കൊല്ലവും ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനം ആചരിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിലെ, ഗുരുവായൂർ ക്ഷേത്രത്തിലെ വളരെ വിശദമായ ചടങ്ങുകൾ കുചേല ദിനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഈ ദിവസം ഭഗവാൻ അവിൽ നിവേദിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്, ശ്രേയസ്കരമാണ് എന്ന് പറയുന്നു. കാരണം കുചേലൻ്റെ കഥ അറിയാവുന്നതുപോലെ ബ്രാഹ്മണനാണ്. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 80-81 അധ്യായങ്ങളിൽ കുചേലൻ്റെ കഥ വിശദമായിട്ട് പറയുന്നുണ്ട്. ദശമസ്കന്ധം 80-ാം അധ്യായത്തിൽ പറയാണ്, കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. വിശദമായിട്ടാണ് കുചേലൻ്റെ കഥ ഭാഗവതത്തിൽ പറയുന്നത്. നാരായണീയത്തിൽ 87-ാം ദശകം കുചേലോപാഖ്യാനമാണ്. ആ ഒരു ദശകത്തിൽ വളരെ വിശദമായിട്ട് തന്നെ കുചേലൻ്റെ കഥയും ഭഗവാന്റെ അനുഗ്രഹം എല്ലാം വിശദമായിട്ട് പറയുന്നു. നാരായണീയത്തിലെ ആ 87-ാം ദശകത്തിലെ ആദ്യ ശ്ലോകം ഇങ്ങനെയാണ്: കുചേലനാമാഭവതസ്സതീർത്ഥ്യതാം ഗതഃ സ സാന്ദീപനി മന്ദിരേ ദ്വിജഃ ത്വദേകരാഗേണ ധനാദിനിസ്പൃഹോ ദിനാനി നിന്യേ പ്രശമീ ഗൃഹാശ്രമീ എന്ന് പറഞ്ഞാണ് നാരായണീയത്തിലെ 87-ാം ദശകത്തിലെ കുചേലോപാഖ്യാനം തുടങ്ങുന്നത്. ആ ദശകത്തിലുടനീളം കുചേല കഥ വിശദമായിട്ട് പറയുന്നു. അങ്ങനെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ശ്രീകൃഷ്ണനോടൊപ്പം പഠിച്ച കുചേലൻ, സുദാമാവ് എന്ന ബ്രാഹ്മണ കുമാരൻ, പിന്നീട് ബ്രഹ്മവിത്തമഹ എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അങ്ങേറ്റത്തോളം പണ്ഡിതനാണ്, പക്ഷേ ധനവാനായിരുന്നില്ല. ധനത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു, ധനം സമ്പാദിക്കുന്നതിൽ അദ്ദേഹം താല്പര്യം ഉണ്ടായിരുന്നില്ല. ദരിദ്രബ്രാഹ്മണനായിട്ട് വരികയായിരുന്നു. അങ്ങനെ കുചേലമായ വസ്ത്രം പോലും നല്ല വസ്ത്രം ഉടുക്കാനില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം. അങ്ങനെ ദരിദ്രബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ദിവസം പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ സഹപാഠി, പഴയ സഹപാഠി ഇപ്പോൾ ദ്വാരകാധിപതിയായ ആണല്ലോ ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തെ പോയി കണ്ടുകൂടെ നമ്മൾ ദാരിദ്ര്യം തീർക്കാനായിട്ട്? എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ അദ്ദേഹം തരില്ലേ നമ്മൾ ദാരിദ്ര്യം തീരാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് കുചേലൻ്റെ ഭാര്യ നിർബന്ധിച്ചു. അങ്ങനെ ആ ഭാര്യയുടെ നിർബന്ധം പ്രകാരം കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോവുകയാണ്. എന്തെങ്കിലും ചോദിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമില്ല. പക്ഷേ സഹപാഠിയെ കാണാമല്ലോ, പഴയ സഹപാഠിയെ കാണാമല്ലോ എന്നുള്ള ആഗ്രഹം സഫലത്തിനു കൂടി ഉദ്ദേശിച്ചാണ് കുചേലൻ ഭഗവാനെ കാണാൻ പോകുന്നത്.
അങ്ങനെ അദ്ദേഹം പോകാനൊരുങ്ങുമ്പോൾ നമ്മൾ രാജാവിനെയോ ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും കൊടുക്കണം എന്നൊരു രീതിയുണ്ട്. അപ്പോൾ ഒന്നും കൊടുക്കാനില്ല. കുചേലൻ്റെ വീട്ടിലെ കുചേലൻ്റെയും ഭാര്യയുടെയും അടുത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ കാണുമ്പോൾ സമർപ്പിക്കാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അക്കാര്യം പറഞ്ഞപ്പോൾ ഭാര്യ പെട്ടെന്ന് അടുത്ത വീടുകളിൽ നിന്ന് കേട്ട കുറച്ച് അവിൽ സംഭരിച്ചു കൊണ്ടുവന്നു, ശേഖരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ആ അവിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് അതും കൊടുത്തിട്ടാണ് കുചേലനെ യാത്രയാക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ സന്നിധിയിലേക്ക്. അങ്ങനെ ആ അവിൽപ്പൊതി, ഭാര്യ തന്നയച്ച അവിൽപ്പൊതി കക്ഷത്തും വെച്ച്, ആ വലിയ കുഴി പോലെയുള്ള കക്ഷം, മെലിഞ്ഞുണങ്ങിയ ദേഹമാണ്, ദരിദ്ര ബ്രാഹ്മണനാണ്, മെലിഞ്ഞുണങ്ങിയ ദേഹത്തിലെ ആ കുഴി പോലെയുള്ള വലിയ കക്ഷത്തിലിടുക്കി ഈ അവിൽപ്പൊതി ഇടുക്കിക്കൊണ്ട് കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ട് ദ്വാരകയിലേക്ക് പോവുകയാണ്. ആ കഥയൊക്കെ വളരെ വിശദമായിട്ട് നാരായണീയത്തിലും ഭാഗവതത്തിലൊക്കെ പറയുന്നു, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഭഗവാനെ ചെന്ന് കണ്ട് പാടെ തന്നെ ഭഗവാൻ അകലെ നിന്ന് തന്നെ കണ്ടു. ഭഗവാൻ കുചേലനെ, പഴയ സതീർത്ഥ്യനെ കെട്ടിപ്പിടിച്ച് അവിടെ സ്വീകരിച്ചിരുത്തി. അന്ന് രാത്രി മുഴുവൻ പഴയ കഥകളും പറഞ്ഞിരുന്നു. ദ്വാരകയിൽ ഭഗവാന്റെ കൂടെ തങ്ങി കുചേലൻ. പിറ്റേന്ന് രാവിലെ ആണ് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോരുന്നത്. പക്ഷേ ഈ പഴയ കഥകൾ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ തനിക്ക് എന്തെങ്കിലും വേണം എന്ന്, തനിക്ക് എന്തെങ്കിലും ദാരിദ്ര്യം മാറാൻ വേണ്ടി എന്തെങ്കിലും തരണം, സമ്പത്തോ ധനോ സമ്പത്ത് എന്തെങ്കിലും തരണം എന്ന് ചോദിക്കാൻ കുചേലന് കഴിഞ്ഞില്ല. എങ്കിലും ദ്വാരകയിൽ നിന്ന് മടങ്ങി ഭഗവാൻ അവളെ അനുഗ്രഹിച്ചു. ആ ഭഗവാന്റെ അനുഗ്രഹവുമായി തിരിച്ച് വരുമ്പോഴും കുചേലൻ ചിന്തിക്കുന്നുണ്ട്, ഞാനൊന്നും ചോദിച്ചില്ലല്ലോ, ഞാൻ എന്തും ചോദിച്ചാൽ തരുമായിരുന്നല്ലോ എൻ്റെ സതീർത്ഥ്യൻ എന്ന് ചിന്തിച്ചിട്ടാണ് വരുന്നത്. അതിന് തിരിച്ച് സ്വന്തം ഗൃഹത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം അദ്ദേഹത്തിൻ്റെ ഭവനം മാറിയിരിക്കുന്നു. വളരെ വലിയൊരു കൊട്ടാര സദൃശമായി തൻ്റെ വീട് മാറിയിരിക്കുന്നു എന്നൊക്കെ വളരെ വിശദമായിട്ട് നാരായണത്തിൽ ഉള്ള പറയുന്നത് ഇങ്ങനെയാണ് ആ ഭാഗം. തുതിക്തിലീലാസ്മിതമഗ്നധീഹി പുനഃക്രമാതപശ്യൻ മണിദീപ്രമാലയം. ആ നടന്ന് വലിയ മണിദീപ്രമായിട്ടുള്ളൊരു ആലയമാണ് കാണുന്നത്. തൻ്റെ വീട് നിന്നിരുന്ന സ്ഥലത്ത് വളരെ വഴുദീപ്രമാലയം, മണിദീപ്രമാലയം, മുത്തുമണികളെ കൊണ്ട് അലങ്കരിച്ച വലിയൊരു കൊട്ടാര സദൃശമായൊരു വീട് കാണുന്നു. കൊട്ടാരം തന്നെയാണ് കാണുന്നത്. കിം മാർഗവിഭ്രംശൈതിഭ്രമൻ. കുറച്ചു നേരം ഇത് തനിക്ക് വഴി തെറ്റിയോ, തൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി പോലും തനിക്ക് തെറ്റിയോ എന്ന് ഭ്രമിച്ചു അവസ്ഥയിൽ പോലുമായി. പക്ഷേ വീട് തെറ്റിയിട്ടില്ല എന്ന് പിന്നീട് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ സർവാഭരണ വിഭൂഷിതയായിട്ട് ആ വീടിന് മുന്നിലെ കൊട്ടാര സദൃശമായ വീടിന് മുന്നിൽ ഭാര്യയെ കണ്ടപ്പോഴാണ് തനിക്ക് വീട് തെറ്റിയിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോഴാണ് ചിന്തിക്കുന്നത്, ഇത് ഭഗവാൻ ഞാൻ ചോദിക്കാതെ തന്നെ എല്ലാം തന്നിരിക്കുന്നു എന്ന് കുചേലൻ മനസ്സിലാക്കുന്നു. അങ്ങനെ കുചേലൻ എല്ലാ സമ്പത്തോടുകൂടി ജീവിച്ചു എന്നുള്ളതാണ് കുചേലൻ്റെ കഥ. അങ്ങനെ എല്ലാ സമ്പത്തോടുകൂടി ജീവിക്കുമ്പോഴും കുചേലൻ ഭഗവത് ഭക്തൻ തന്നെയായിരുന്നു. ആ സമ്പത്തിലെ ഐശ്വര്യത്തിലൊന്നും മതിമറന്നില്ല, അഹങ്കരിച്ചില്ല, ഭഗവത് ഭക്തനായി തന്നെ ജീവിച്ചു എന്നുള്ളതാണ് കുചേലൻ്റെ കഥ. ഈ കുചേലൻ്റെ കഥയിൽ വളരെയധികം സന്ദേശമുണ്ട്. ഭഗവാനെ കാണാനായിട്ട് പോകുമ്പോൾ ഭഗവാനെ സമർപ്പിക്കാനായിട്ട് ഒന്നും കയ്യിലില്ലായിരുന്നു, അവിലാണ് കൊടുക്കുന്നത്. ധനവാനാകണമെന്നില്ല, ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വലിയ ധനവാനാകണമെന്നില്ല. വലിയ തോതിലുള്ള സ്വർണവും ധനവും ഭഗവാന് സമർപ്പിച്ചാലേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുള്ളൂ എന്ന ധാരണ വേണ്ട എന്നൊരു സന്ദേശമാണ് കുചേലൻ്റെ കഥ നമ്മളോട് പറയുന്നത്. വെറും ഉള്ളത് അവില് പോലെ എന്താണോ ഉള്ളത് അത് ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ എല്ലാം നമുക്ക് തരുന്നു എന്നുള്ള സന്ദേശം വലിയ സന്ദേശമാണ് കുചേല കഥയിൽ തരുന്ന ഒന്ന്. മറ്റൊന്ന്, എത്രയേറെ സമ്പത്തും ഐശ്വര്യവും കിട്ടിയിട്ടും ഭഗവാന്റെ അനുഗ്രഹത്താൽ ചോദിക്കാതെ തന്നെ വളരെയേറെ സമ്പത്തും ഐശ്വര്യവും കിട്ടി, വലിയ കൊട്ടാര സദൃശമായ വീട്, അങ്ങനെ സമ്പത്തിൻ്റെ മടിയിൽ ജീവിക്കുമ്പോഴും ഭഗവാനെ കണ്ടതിന് ശേഷം ആ സമ്പത്തിൻ്റെ മടിത്തട്ടിൽ ജീവിക്കുമ്പോഴും കുചേലൻ ഭക്തി കൈവിടുന്നില്ല, ഭക്തോത്തമൻ ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ആ നാരായണത്തിൻ്റെ ദശകത്തിൽ അവസാന ശ്ലോകത്തിൽ പറയുന്നു, സരത്നശാലാസു വസന്നപി സ്വയം സമുന്നമത് ഭക്തിഭരോമൃതം യയൗ. സരത്നശാലാസു വസന്നപി, രത്നങ്ങളോട് ചേർന്ന, രത്നങ്ങൾ നിറഞ്ഞ വലിയ കൊട്ടാരത്തിൽ
താമസിച്ചിട്ട് പോലും സ്വയം സമുന്നമദ്ഭക്തിഭരോമൃതം യയോ സമുന്നമദ്ഭക്തിപരനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്, ആ കുചേലൻ ജീവിച്ചത്. ഭക്തി ഒട്ടും കൈവിടാതെ ഭക്തി ഉയർത്തിപ്പിടിച്ചു തന്നെയാണ്, ഭഗവാനോടുള്ള ഭക്തിയെ ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് അദ്ദേഹം ജീവിച്ചത്. അതുകൊണ്ട് അമൃതം യയു, അതുകൊണ്ട് അമൃതലോകത്തേക്ക് തന്നെ ആണ് അദ്ദേഹം പിന്നീട് ചെല്ലുന്നത്. അങ്ങനെ ആ രണ്ട് കഥ, ഒന്ന് ഭഗവാനെ രണ്ട് സന്ദേശം, പ്രധാന സന്ദേശം ഈ കുചേല കഥയിലുള്ളത്, ഒന്ന് ഭഗവാനെ കാണാൻ പോകുമ്പോൾ നമുക്ക് വലിയ ധനം കൊടുക്കുക, ധനം കൊടുത്താലേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുള്ളൂ എന്ന് ചിന്തിക്കേണ്ടതില്ല, വലിയ ധനവാനാകണമെന്നില്ല, ഭക്തിയാണ് വേണ്ടത്. ഉത്തമമായ ഭക്തി ഉണ്ടായി നമ്മൾ എന്ത് സമർപ്പിച്ചാലും അത് ഭഗവാൻ പ്രീതനാകും, സന്തുഷ്ടനാകും എന്നൊരു സന്ദേശം. മറ്റൊന്ന്, നമ്മൾ എത്ര സമ്പത്തിൽ ജീവിക്കുകയാണെങ്കിലും നമ്മൾ ഭക്തി കൈവിടാതെ ജീവിക്കണം എന്നൊരു സന്ദേശം എല്ലാം ഈ കുചേല കഥയിലൂടെ നമുക്കത് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആ കുചേലൻ്റെ കഥയെ ഓർമ്മിപ്പിക്കുന്ന ദിവസം കൂടിയാണ് ഈ കുചേല ദിനം. നാരായണീയത്തിലും ഭാഗവതത്തിലും എല്ലാം പറയുന്ന കുചേല കഥ വിശദമായി പറഞ്ഞതിന് പുറമെ നമ്മൾ മലയാളത്തിൽ തന്നെ കുചേലവൃത്തം ആട്ടക്കഥയുണ്ട്. മുരിങ്ങൂർ ശങ്കരൻ പോറ്റി എഴുതിയ കുചേലവൃത്തം ആട്ടക്കഥ കുചേലൻ്റെ കഥ വിശദമായിട്ട് പറയുന്നു. കുചേലവൃത്തം വഞ്ചിപ്പാട്ട്, രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലും വളരെ ലളിത മലയാളത്തിൽ ഈ കുചേല കഥ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആ കുചേലൻ്റെ കഥയെ നമ്മൾ ഓർത്ത് ഭഗവാന്റെ ഭക്തിയിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നേടാനായിട്ട് നമുക്ക് ഈ ദിവസം ഉപയോഗപ്പെടുത്താം. കുചേല ദിനത്തിൽ വിഷ്ണു ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി അവിൽ സമർപ്പണം നടത്തുന്നത് പ്രധാന ശ്രേയസ്കരമാണ് എന്ന വിശ്വാസമുണ്ട്. ഏതായാലും ഈ ദിവസം ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം. കുചേലനെ ഓർമ്മിച്ചുകൊണ്ട് ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം. നാരായണീയത്തിലെ അവസാന ശ്ലോകം ഇങ്ങനെയാണ്. സരഗ്നശാല, നാരായണീയത്തിലെ 87-ാം ദശകത്തിൻ്റെ അവസാന ശ്ലോകം, കുചേല കഥ കുചേലോപാഖ്യാനത്തിലെ അവസാന ശ്ലോകം ഇങ്ങനെയാണ്. സരഗ്നശാലാസുവസന്നപി സ്വയം സമുന്നമദ്ഭക്തിഭരോമൃതം യയൗ ത്വമേവ മാപൂരിത ഭക്തവാഞ്ചിതോ മരുത്പുരാധീശ ഹരസ്വമേകദാൻ. ത്വമേവ മാപൂരിത ഭക്തവാഞ്ചിതോ മരുത്പുരാധീശ ഹരസ്വമേകദാൻ. നമസ്കാരം.